ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പറ്റിയാണ്. അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ 26 അന്തരിച്ചു. അദ്ദേഹത്തിനെ പറ്റി നമുക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. മൻമോഹൻ സിംഗ് 2 തവണ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പിയുമായ മൻമോഹൻ സിംഗ് അന്തരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു, 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു എന്നതിലുപരി ഒരു മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ആര്? നമ്മുടെ മൻമോഹൻ സിംഗ്. സാമ്പത്തികമായിട്ട് ഇന്ത്യയെ മുന്നേറുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലും സഹായിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ജനിച്ചത് 1932 സെപ്റ്റംബർ 26 ഗാഹ്, പഞ്ചാബ് പ്രവിശ്യയിലെ, പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു, പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹിലായിരുന്നു. അത് ഇന്നത്തെ പഞ്ചാബിലാണ്. ഇന്നത്തെ പഞ്ചാബ് പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. മരണം 2024 ഡിസംബർ 26. 92 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഇന്ത്യയുടെ 13ാം പ്രധാനമന്ത്രിയായിരുന്നു. എത്രാമത്തെ ആയിരുന്നു? 13ാം. ഇന്ത്യയുടെ 13ാം പ്രധാനമന്ത്രിയായിരുന്നു. രാജ്യസഭയിലെ 10ാമത്തെ പ്രതിപക്ഷ നേതാവ്. എത്രാമത്തെയാണ്? 10ാമത്തെ. രാജ്യസഭയിലെ 10ാമത്തെ പ്രതിപക്ഷ നേതാവും ഇന്ത്യയുടെ 13ാമത്തെ പ്രധാനമന്ത്രിയുമായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയായിരുന്നു. നമുക്കറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗ് സിഖ് വംശജനായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയാണ്. കൂടാതെ ഹൈന്ദവ മതവിഭാഗക്കാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ്. അതായത് ഹിന്ദുവല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ 4ാമത്തെ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ 4ാമത്തെ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി ഇവർക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയാകുന്ന 4ാമത്തെ വ്യക്തിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് മാറുന്നത്. നെഹ്റുവിന് ശേഷം 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. ഇപ്പൊ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 5 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത്തരത്തിൽ പ്രധാനമന്ത്രിയായി 5 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ആദ്യത്തേത് ജവഹർലാൽ നെഹ്റു, 2ാമത്തേത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ നിങ്ങൾ ആ ആശയം ഉൾക്കൊണ്ട് വേണം ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ഇങ്ങനെയാണ് തരുന്നത്: നെഹ്റുവിന് ശേഷം 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. എന്നാൽ തിരിച്ചു ചോദിച്ചാലോ? 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? 2ാമത്തേതാണ്. ആദ്യത്തേത് ജവഹർലാൽ നെഹ്റു ആണ്, 2ാമത്തേത് മൻമോഹൻ സിംഗ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉത്തരത്തിലേക്ക് എത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓർക്കുക, നെഹ്റുവിന് ശേഷം 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ഒരിക്കലും ലോകസഭയിൽ അംഗമായിരുന്നില്ല. നമ്മൾ പല ലോക്സഭാ ഇലക്ഷന്റെയും വാർത്തകൾ നേരിട്ട് TV-യിലൊക്കെ നമ്മൾ കാണുന്ന വ്യക്തികളാണ്, അല്ലേ? ഓരോ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കും, അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ വാർത്താ ചാനലുകളിലൊക്കെ അവർ അവതരിപ്പിക്കുന്ന രീതി തന്നെ വളരെ രസകരമാണ്. വാർത്ത കാണാൻ താല്പര്യമില്ലാത്തവർ കൂടി ഇലക്ഷൻ റിസൾട്ട് കാണാൻ അത്രയും ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും മൻമോഹൻ സിംഗ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും ലീഡ് ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ഇത്രയും വോട്ടുകൾക്ക് പിന്നിലെന്നോ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അദ്ദേഹം ഒരിക്കലും ലോകസഭയിൽ അംഗമായിരുന്നില്ല. ലോക്സഭയിലേക്കുള്ളവരെയാണ് നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. ഒരിക്കലും ലോക്സഭാ അംഗമാകാത്ത പ്രധാനമന്ത്രി കൂടിയാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്. എന്നാൽ 1991 മുതൽ 2019 വരെ ആസാം സംസ്ഥാനത്തെയും
2019 മുതൽ 2024 വരെ, ഓർക്കുക 2024 വരെ രാജസ്ഥാൻ സംസ്ഥാനത്തെയും പ്രതിനിധീകരിച്ച രാജ്യസഭാ അംഗമായിരുന്നു നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബർ 26-ന് അദ്ദേഹം അന്തരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ അംഗമല്ല. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി ഫെബ്രുവരിയോടുകൂടി അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചു. ഇപ്പൊ പ്രായാധിക്യം മൂലം അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കാനായിട്ട് നിന്നില്ല. ഫെബ്രുവരിയോടുകൂടി രാജ്യസഭാ അംഗത്വം അദ്ദേഹത്തിന് നഷ്ടമായി, അതായത് കാലാവധി പൂർത്തിയാക്കി. അപ്പോൾ മരണപ്പെടുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭാ അംഗമല്ലായിരുന്നു എന്നുകൂടി ഓർക്കുക. കൂടാതെ ഓർത്തിരിക്കുക, 2024 വരെയും 2024 ഫെബ്രുവരി വരെ രാജസ്ഥാൻ സംസ്ഥാനത്തെ രാജ്യസഭയിൽ പ്രതിനിധീകരിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്. 1998 മുതൽ 2004 വരെ രാജ്യസഭ പ്രതിപക്ഷ നേതാവായിരുന്നു. ഓർക്കുക, 1998 മുതൽ 2004 വരെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു. 1972-ൽ മൻമോഹൻ സിംഗ് ധനമന്ത്രാലയത്തിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായും 1976-ൽ ധനമന്ത്രാലയത്തിന്റെ സെക്രട്ടറിയുമായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, മികച്ച ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം 1972-ൽ ധനമന്ത്രാലയത്തിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും 76-ൽ ധനമന്ത്രാലയത്തിൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. 1980-82-ൽ അദ്ദേഹം ആസൂത്രണ കമ്മീഷനിൽ അംഗമായിരുന്നു. 1980-82-ൽ ആസൂത്രണ കമ്മീഷനിൽ അംഗമായിരുന്നു. 1982-ൽ അന്നത്തെ ധനമന്ത്രി പ്രണബ് മുഖർജിയുടെ കീഴിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി നിയമിതനായി. ഓർക്കുക, ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ധനകാര്യ ബാങ്കായ, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രി എന്നതിലുപരി അദ്ദേഹം ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. 1982 മുതൽ 85 വരെ RBIയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്നത്തെ ധനമന്ത്രി ആരായിരുന്നു? പ്രണബ് മുഖർജി ആയിരുന്നു. നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി പ്രണബ് മുഖർജി ആയിരുന്നു എന്നുകൂടി ഓർക്കുക. 1985 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. ഏത് പദവിയിലാണ്? RBI ഗവർണർ പദവിയിൽ. 1982 മുതൽ 85 വരെ. 1985 മുതൽ 87 വരെ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്നു. നമുക്കറിയാം, പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു 1985 മുതൽ 87 വരെ. ആസൂത്രണ കമ്മീഷനിലെ അദ്ദേഹത്തിന്റെ സേവനത്തെ തുടർന്ന് 1987 മുതൽ 90 നവംബർ വരെ സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സാമ്പത്തിക നയ തിങ്ക് ടാങ്ക് ആയ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. എന്താണ്? ആസൂത്രണ കമ്മീഷനിലെ അദ്ദേഹത്തിന്റെ സേവനത്തെ തുടർന്ന് 1987-90 നവംബർ വരെ സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സാമ്പത്തിക നയ തിങ്ക് ടാങ്ക് ആയ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 15ാമത് ഗവർണറായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. നമ്മൾ പറഞ്ഞു 1982 മുതൽ 85 വരെയാണ് RBI ഗവർണറായി നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് സേവനമനുഷ്ഠിച്ചത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഡിഗ്രി ലെവൽ എക്സാം പ്രധാനമായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ നോക്കുന്നവർ ഈ ടൈം പീരീഡ് കൃത്യമായി പഠിച്ചു വെക്കുക. 1982 മുതൽ 85 വരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 15ാമത് ഗവർണറായി നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചത്. മൻമോഹൻ സിംഗ് ഒരു ടൈം ലൈനിലൂടെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടൈം ലൈൻ നമുക്ക് നോക്കാം. 1932 ജനനം. അവിഭക്ത ഇന്ത്യയിൽ പഞ്ചാബ് പ്രവിശ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1948 പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായി. 1957 കേംബ്രിഡ്ജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സ് ബിരുദം.
1962 ഓക്സ്ഫോർഡിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ DPhil. 1971 വാണിജ്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. ഓർക്കുക, 1971 വാണിജ്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. 1972 ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്. 1976 ധനമന്ത്രാലയത്തിന്റെ സെക്രട്ടറി പദത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. 1982-85 റിസർവ് ബാങ്ക് ഗവർണർ. 1991 UGC ചെയർമാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1991 UGC ചെയർമാനായി പ്രവർത്തിച്ചു. 1991 PV നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി പ്രവർത്തിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ നടപ്പിലാക്കിയ വർഷമാണ് 1991. ആ സമയത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രിയായിരുന്നത് PV നരസിംഹറാവു ആണ്. 1991 അസമിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നുള്ള ആളല്ലായിരുന്നു. പക്ഷേ ഒരു ധനകാര്യ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാമീപ്യം നമ്മുടെ രാജ്യത്തിന് ആവശ്യമായി വന്നു. 1991 അസമിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. 1998 രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി. 1998 മുതൽ 2004 വരെയാണ് മൻമോഹൻ സിംഗ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചത്. വീണ്ടും ഓർക്കുക, മൻമോഹൻ സിംഗ് ലോക്സഭയിൽ അംഗമായിട്ടില്ല. പ്രത്യേകം ഓർക്കേണ്ട ഒരു പോയിന്റാണിത്. ഡോക്ടർ മൻമോഹൻ സിംഗ് ലോക്സഭയിൽ മെമ്പർ ആയിരുന്നില്ല. 1999 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി. അപ്പോൾ അദ്ദേഹം ഒരു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് 1999 അദ്ദേഹം തോൽവി നേരിട്ടു. 2004-2014 UPA സർക്കാരിൽ പ്രധാനമന്ത്രിയായി. 2004 മുതൽ 2014 വരെ UPA സർക്കാരിൽ പ്രധാനമന്ത്രിയായി. 2019 മുതൽ 2024 വരെ രാജ്യസഭാംഗം, രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. രാജ്യത്തെ നവീകരിച്ച പരിഷ്കാരങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ രാജ്യത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഉദാരവൽക്കരണ നയത്തിന്റെ ശില്പിയായിരുന്നു അദ്ദേഹം. 1991 നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ വന്നപ്പോൾ നമ്മൾ പാസ്സാക്കിയ ഒരു നയമാണ് ഉദാരവൽക്കരണം. അതായത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ കുറച്ച് അതിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് ഫ്രീ ആക്കി വിട്ട ഒരു നയമായിരുന്നു നമ്മുടെ ഉദാരവൽക്കരണം. ലൈസൻസ് രാജ് സംവിധാനം അവസാനിപ്പിച്ചു. 1991 ലൈസൻസ് രാജ് അവസാനിപ്പിച്ചതെന്ന് ഓർക്കുക. 1950 ലൈസൻസ് രാജ് കൊണ്ടുവരുന്നത്. 1990 വരെ ലൈസൻസ് രാജ് ഉണ്ടായിരുന്നു. എന്താണ് ലൈസൻസ് രാജ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധികാരത്തിന് കീഴിലായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ഇന്ത്യ ഗവൺമെന്റിന്റെ വളരെ കർക്കശമായ നയങ്ങളുടെ കീഴിലായിരുന്നു. അതാണ് ഈ ലൈസൻസ് രാജ് എന്ന് പറയുന്നത്. വളരെ കർക്കശമായിട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ആ രാജ്യത്തിന്റെ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നതാണ് ലൈസൻസ് രാജ് എന്ന് പറയുന്നത്. ഈ ലൈസൻസ് രാജ് 1950 മുതൽ 90 വരെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. അതായത് വളരെ അധികം ഇമ്പാക്ട് നമ്മുടെ എക്കണോമിയിൽ നമ്മുടെ ഗവൺമെന്റ് ചെലുത്തുന്നു. പല സംരംഭങ്ങളും തുടങ്ങാൻ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പേപ്പർ വർക്ക്, ഒരുപാട് നൂലാമാലകളുള്ള ഒരു സംവിധാനമായിരുന്നു നമ്മുടെ ലൈസൻസ് രാജ് സംവിധാനം. ഇത് അവസാനിപ്പിച്ചത് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 1991 അദ്ദേഹം ധനകാര്യ മന്ത്രിയായിരുന്ന സമയത്ത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005, ഈ സമയത്ത് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005. വിവരാവകാശ നിയമം അവതരിപ്പിച്ചു. 2005 വിവരാവകാശ നിയമം അവതരിപ്പിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്ന കാര്യം ഓർക്കുക.
വിദ്യാഭ്യാസ അവകാശ നിയമം അവതരിപ്പിച്ചു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം അവതരിപ്പിച്ചു. നിയമം നിലവിൽ വരുന്നത് 2010 ഇത് അവതരിപ്പിച്ചത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്താണ് എന്നുകൂടി ഓർത്തിരിക്കുക. പദവികൾ, അദ്ദേഹം വഹിച്ച പദവികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് 1972 മുതൽ 76 വരെ. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ കേൾക്കുക. റിസർവ് ബാങ്ക് ഡയറക്ടർ 1972-82 അദ്ദേഹം റിസർവ് ബാങ്ക് ഡയറക്ടർ ആയിരുന്നു, ഗവർണർ അല്ല. റിസർവ് ബാങ്ക് ഡയറക്ടർ ആയിരുന്നു 76 മുതൽ 82 വരെ. റിസർവ് ബാങ്ക് ഗവർണർ 1982 മുതൽ 85 വരെ. എത്രാമത്തെയാണ്? 15ാമത്തെ ഗവർണർ. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ 85 മുതൽ 87 വരെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു, അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ. ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറൽ 1987 മുതൽ 90 വരെ. ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറൽ. പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി 1991. UGC ചെയർമാൻ ആയിരുന്നു 1991. അംഗീകാരങ്ങൾ, അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെല്ലാമാണെന്ന് നോക്കാം. പത്മവിഭൂഷൺ 1987 പത്മവിഭൂഷൺ. മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡ് 2 തവണ ലഭിച്ചിട്ടുണ്ട്. 1993 94 മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡ്. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 1993. അപ്പൊ 93 94 മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡും 93 മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡും ലഭിച്ചു. ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് പട്ടികയിൽ 2005 2010 ഇടം നേടി എന്നാണ്. ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് പട്ടികയിൽ 2005 2010 ഇടം നേടി. അന്ത്യവിശ്രമ സ്ഥലം നിഗംബോധ് ഘട്ടാണ്. നിഗംബോധ് ഘട്ടിലാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും രാജ്യത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക ഉപദേഷ്ടാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഏകദേശം എല്ലാ പോയിന്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പോയിന്റ് ഇതില്ലാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിലൂടെ ഷെയർ ചെയ്യുക. നിങ്ങളിലുള്ള അറിവും എല്ലാവരിലും എത്തട്ടെ. മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. കെ സ്മാർട്ട് പദ്ധതി ത്രിതല പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. എന്താണ് കെ സ്മാർട്ട് പദ്ധതി ത്രിതല പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. അപ്പൊ എന്താണ് കെ സ്മാർട്ട്? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1 2024 ജനുവരി 1 കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണെന്ന് ഓർത്തിരിക്കുക. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്